നമസ്കാരം. ജിഹാദികളുടെ കയ്യും കാലും പിടിച്ചാണ് കോൺഗ്രസ് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ കഷ്ടിച്ച് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിഹാദികൾ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നത്. സദ്ഗുരുവിന്റെ ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് ശിവരാത്രി ദിനത്തിൽ DK ശിവകുമാർ ചെന്നൈയിലെത്തി അമിത്ഷായുടെ കൂടെ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം DK ശിവകുമാറിന് നേരെ ഉണ്ടായി. കോൺഗ്രസിലെ ഉള്ള ചില നേതാക്കൾക്കും പ്രത്യേകിച്ച് SDPI, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ മുസ്ലിം പാർട്ടിക്കാർക്ക് DK ശിവകുമാറിന്റെ പ്രവൃത്തിയിൽ വലിയ രീതിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ പഹൽഗാമിൽ വലിയ രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ ഭീകരാക്രമണം നടത്തിയപ്പോഴും ഒരു കോൺഗ്രസ് നേതാക്കൾ പോലും ഇസ്ലാമിസ്റ്റുകൾ മതം ചോദിച്ചാണ് കൊന്നത് എന്നൊരു വാക്ക് അവർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടില്ല. കൂടാതെ ജിഹാദികളെയും ഇസ്ലാമിസ്റ്റുകളെയും വെള്ളപൂശുന്ന രീതിയിലാണ് അവർ എല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിസ്റ്റുകളാണ് അഥവാ മുസ്ലിംസുകളാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, മതം ചോദിച്ചാണ് കൊന്നത് എന്നടക്കം വിട്ടാൽ മുസ്ലിം ലീഗിനോ അതോടൊപ്പം SDPIക്കോ പിണക്കമുണ്ടായാൽ കോൺഗ്രസിന് പരമ്പരാഗതമായ വോട്ടുകൾ, അതായത് SDPIയുടെ കയ്യിൽ നിന്നും മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്നും അടക്കം കിട്ടുന്ന വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായി DK ശിവകുമാർ ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്കുള്ള നെട്ടോട്ടത്തിലാണ്. ശ്രീമാലെ മഹാദേശ്വര ക്ഷേത്രത്തിലായിരുന്നു DK ശിവകുമാറിന്റെ സന്ദർശനം. കുറച്ചു കാലങ്ങളായി ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്കുള്ള നെട്ടോട്ടത്തിലാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഹിന്ദുവിരുദ്ധത ക്യാമ്പയിന്റെ ഫലത്തിൽ മുസ്ലിം വോട്ടുകൾ സമാഹരിച്ച് അധികാരത്തിലേറിയ കോൺഗ്രസിന്റെ ഈ നേതാവിന്റെ മതേതരത്വത്തിന് എന്തു പറ്റിയെന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത്. ഈയിടെ അദ്ദേഹം ധർമ്മശാലയും ശ്രീമാലെ മഹാദേശ്വര ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. വിവാദമായ കുംഭമേളയിലെ മുങ്ങിക്കുളിയും സദ്ഗുരു ആശ്രമത്തിൽ അമിത്ഷായ്ക്കൊപ്പം ചടങ്ങും കഴിഞ്ഞ ശേഷമാണ് DKയുടെ പുതിയ സന്ദർശനങ്ങൾ. ഹൂളി വാഹന മഹാദേശ്വര ക്ഷേത്രത്തിൽ വെള്ളിത്തേര് ഘോഷയാത്രയ്ക്കിടെയാണ് ദണ്ഡുകോല സേവയുടെ ഭാഗമായി അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയത്. സുട്ടൂർ മഠത്തിലെ ചില സ്വാമിമാരും അദ്ദേഹത്തിനോടൊപ്പം കൂടിക്കാഴ്ച നടത്തി. നേരത്തെ കുംഭമേളയിൽ മക്കൾക്കൊപ്പം പങ്കെടുക്കുകയും അതൊരു വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെ കുംഭമേളയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴായിരുന്നു ശിവകുമാറും മക്കളും കുടുംബസമേതം മഹാകുംഭമേളയെ വാഴ്ത്തിക്കൊണ്ട് പ്രതികരിച്ചത്. പിന്നീട് ശിവരാത്രിക്ക് കടുത്ത ഹിന്ദു നിലപാടുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ കീഴ്വഴക്കങ്ങളൊന്നും തന്നെ വഴങ്ങാതെ നിലകൊള്ളുന്ന സദ്ഗുരുവിന്റെ ആശ്രമത്തിൽ നടന്ന ആഘോഷങ്ങളിൽ അമിത്ഷായ്ക്കൊപ്പം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ ഒരു വിമർശനം, ഒരു അസാരസ്യം സൃഷ്ടിച്ചിരുന്നു. കർണാടകയിലെ കോൺഗ്രസിൽ നിന്നുള്ള സഹകരണ മന്ത്രി രാജണ്ണ അന്ന് ശിവകുമാറിനെ പരസ്യമായി വിമർശിച്ചിരുന്നു. ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന സിദ്ധരാമയ്ക്കെതിരായ ശിവകുമാറിന്റെ നിലപാടിനെ കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ഹിന്ദുവായി ജനിച്ച ഞാൻ ഹിന്ദുവായി മരിക്കും, ഇതായിരുന്നു വിവാദങ്ങളോടുള്ള ശിവകുമാറിന്റെ പ്രതികരണം. കഴിഞ്ഞ ആഴ്ച ധർമ്മസ്ഥലിൽ മഞ്ജുനാഥ ഭഗവാനെ മടങ്ങിയിരുന്നു. കൂടുതലായി ഹിന്ദു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ല കാര്യമാണെന്നായിരുന്നു BJPയുടെ ഉടുപ്പി MLA യശ്പാൽ സുവർണയും ഉടുപ്പി ചിക്മംഗ്ലൂർ MP പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Partner EduBix Online Executive Education, Focus Physiotherapy Center Pattam, Unnat Engineering Gujarat, Tirthayatra.com, Iron Build Gujarat, PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.